ഇതങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇന്ന് സുഖാണെങ്കിൽ നാളെ ദുഃഖമുണ്ടാവും, മറ്റന്നാൾ സുഖാവും. പിൽപ്പാടു പിന്നെ പകലും ഉണ്ടായി വരും എന്ന് നിരൂപിച്ച് തിൽപുരുഷൻ ഗതി ഏതും അറിയാതെ എന്ന് രാമായണം. സാധാരണ ആളുകൾ എന്താ, ഇന്ന് ദുഃഖാണ് നാളെ ഞാൻ സുഖാക്കും, അതിനുവേണ്ടി നെട്ടോട്ടമായി. സുഖാവും, മറ്റന്നാൾ വീണ്ടും. അല്ലെങ്കിൽ പാലം കിടക്കോളം നാരായണ, പാലം കിടന്നാലോ പിന്നെയും പാലം കിടക്കാനുള്ളവർ ഉണ്ടെന്നറിയുന്നവർ ഇതിലൊന്നും ഭ്രമിച്ച് നെട്ടോട്ടം ഓടില്ല. പിന്നെന്ത് ചെയ്യും? തൻ്റെ പണി നോക്കും. നിരപേക്ഷമായ സുഖത്തിന് പറയുന്ന പേരാണ് ആനന്ദം. സുഖമെന്ന് പറയുമ്പോൾ ആപേക്ഷികമാണ്. കാരണം ദുഃഖത്തെ അപേക്ഷിച്ചാണ് സുഖമുള്ളത്. രാത്രിയെ അപേക്ഷിച്ചാണ് പകൽ എന്ന പോലെ, രാത്രിയെ അപേക്ഷിച്ചാണ് പകൽ എന്ന പോലെ സുഖമെന്ന് എവിടെ പറയുന്നുണ്ടോ അവിടെ എന്തുണ്ട്? അവിടെ ദുഃഖവും ഉണ്ട്. സുഖദുഃഖ സമ്മിശ്രമാണ് ഈ ജീവിതം. അത് മാറ്റിയെടുക്കാമെന്നല്ല പറഞ്ഞത്, മറിച്ച് എന്താണ്? ഇതിനാൽ ഒന്നും ബാധിക്കപ്പെടാതെ ആനന്ദമത്തനായി കഴിഞ്ഞുകൂടുന്നു. ആനന്ദം, ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന വിവേദി കുതശ്ചന ന വിവേദി കഥാചന. എന്താണ് ഒരു വിദ്വാന്റെ ലക്ഷണം എന്ന് ചോദിക്കുമ്പോ അവിടെ മറുപടി ഇതാ. ഏത് ഉപനിഷത്ത് എന്താ പറയുന്നത്? ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ. ഒരു മഹാത്മാവിന്റെ ലക്ഷണം എന്താന്ന് ചോദിച്ചാൽ എന്താ? ആനന്ദമാണ്. ആനന്ദം, എപ്പോഴും ആനന്ദം. മുഖം വീർപ്പിച്ചിരിക്കലല്ല എന്നർത്ഥം. പരിഞ്ഞു മുറുക്കിയ മുഖവും കൊണ്ടിരിക്കലല്ല. ഈ ആനന്ദം ചിലപ്പോ ഒക്കെ നമുക്കൊക്കെ ഉണ്ടാവും, പക്ഷെ അതല്ല. എപ്പോൾ ഏത് സാഹചര്യമായാലും ആനന്ദം മാത്രം. ഈ ആനന്ദം മാത്രം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ആനന്ദമല്ലേ? അല്ല, ആലോചിച്ചു. ആനന്ദം മാത്രം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ആനന്ദമല്ലേ? ഈ ആനന്ദത്തെ കുറിച്ച് എവിടെ എവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നുവോ അവിടെ ആനന്ദം. ദുഃഖത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴേക്കും എന്തായി? നമ്മളിൽ ദുഃഖം വന്നു ചേരുകയായി. അതൊരു നെഗറ്റീവ് ചിന്തയാണ്. ആനന്ദം എന്ന് പറയുമ്പോൾ തന്നെ അതെന്തായി? അതൊരു പോസിറ്റീവ് ചിന്തയാണ്, അല്ലേ? ചിന്തിച്ചു നോക്കൂ, നമ്മൾ ഉയർത്തല്ലേ ആനന്ദത്തെക്കുറിച്ച് പറയുന്നതും ആനന്ദത്തെക്കുറിച്ച് കേൾക്കുന്നതും. പിന്നെ ആനന്ദത്തിൽ ഇരിക്കുന്നതോ? ഇല്ല, പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. കുന്തിദേവി ദുഃഖമാണെന്ന് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞത് ശരിയാ, മനസ്സിലായില്ല. അത് പറഞ്ഞു അങ്ങനെ ആയതാ. അങ്ങനെ ഒരു വാക്കതിലില്ല. അത് ശ്രദ്ധിക്കണം. എവിടെയോ വായിച്ചിട്ടോ? പറഞ്ഞു കേട്ടതാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കുന്തിദേവി പറഞ്ഞത് തെറ്റാണ്. ക്ലേശങ്ങൾ വരട്ടെ, ദുരിതങ്ങൾ വരട്ടെ, പക്ഷെ ദുഃഖം വരണമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ക്ലേശങ്ങളും ദുരിതങ്ങളും വരുമ്പോഴാണ് നമുക്ക് നമ്മളെ തിരിച്ചറിയാം. അത് വരട്ടെ, പക്ഷെ ആ സമയത്ത് ദുഃഖം വരണമെന്ന് പറയില്ല, പ്രാർത്ഥിച്ചിട്ടില്ല. കുന്തിദേവി പ്രാർത്ഥിച്ചില്ല. മനസ്സിലായില്ല? മനസ്സിലായത്? അത് കേട്ട് അത് പറഞ്ഞ് അങ്ങനെ മാറിയതാ. പത്ത് കാരണം മാറിയിടുമ്പോൾ മുഹൂർത്തം മൂത്രമായിടും ചൊല്ലില്ലേ? അതുപോലെ ആയതാ അത്. അങ്ങനെ ഒരുപാട് വാക്യങ്ങളുണ്ട്. ഒരുപാട് വാക്യങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, അല്ലേ? ഉണ്ട്. എനിക്ക് ദുഃഖം വേണേന്ന് പ്രാർത്ഥിച്ചാൽ കുഴപ്പമാണ്, അത് പ്രാർത്ഥിക്കാൻ പാടില്ല. ക്ലേശങ്ങളും ദുരിതങ്ങളും ഒക്കെ വരട്ടെ, ജീവിതത്തിൽ വരേണ്ടതൊക്കെ വരണ്ടേ? ഞാൻ സമ്പാദിച്ചതല്ലേ, ഇപ്പൊ തന്നെ വരട്ടെ. നാളേക്ക് മാറ്റി വയ്ക്കുക കൂടി വേണ്ട. അത് വരുമ്പോ അറിയാം നമ്മുടെ തനി സ്വഭാവം. സുഖത്തിലുണ്ടാം സഖിമാരനേകം, ദുഃഖം വരുമ്പോൾ പുനരാരുമില്ല, അല്ലേ? സുഖത്തിലുണ്ടാം സഖിമാരനേകം, ദുഃഖം വരുമ്പോൾ പുനരാരുമില്ല. ആരും ഉണ്ടാവില്ല. ആ സമയത്ത് ഉള്ളിൽ നിന്ന് വരും. തൂമ്പെടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാ വേരിറങ്ങുന്നുണ്ട്. അല്ലാതെ പിഴുതു നോക്കേണ്ട ആവശ്യമില്ല. നമ്മളിതൊക്കെ കേട്ടതിന് ഗുണമുണ്ടോ, ഇപ്പൊ പഠിച്ചതിന് ഗുണമുണ്ടോ, പറഞ്ഞതിന് ഗുണമുണ്ടോ, ഇതൊക്കെ നമുക്ക് ബാധകമാണോ, പറയുന്ന ആൾക്ക് ബാധകമാണോ, കേൾക്കുന്ന ആൾക്ക് ബാധകമാണോ എന്നൊക്കെ അവസരം കിട്ടും. ഉറപ്പാണ്, അല്ലേ?
ഇനി അവസരത്തെയും നമുക്ക് വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാൻ പറ്റിയിരിക്കാം. പക്ഷെ അവനവന്റെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ ഞാൻ ആരാന്ന്, അത് മതി, തിരിച്ചറിഞ്ഞാൽ മതി. അപ്പൊ എന്തായി, വീണ്ടും പരിശ്രമിക്കാം. അവനവനറിയില്ലേ? ഇല്ല. മറ്റുള്ളവരുടെ മുന്നിൽ വേണമെങ്കിൽ നമുക്ക് ചിരിച്ച് അഭിനയിച്ചൊക്കെ കഴിച്ചു കൂട്ടാം. പക്ഷെ തൻ്റെ ഉള്ളിൽ ഒന്നുണ്ടാവില്ല. തൻ്റെ ഉറ്റവരുടെ വിയോഗത്തിൽ അല്ലേ? ഒരാള് വളരെയധികം വേദ ചർച്ചകൾ ചെയ്യുന്ന ഒരാളായിരുന്നു, അറിയാം. പക്ഷെ അയാളുടെ അമ്മ മരിച്ചിട്ട് ചിതാഭസ്മം തിരുനാവായ കൊണ്ടുപോയി ഒഴുക്കുന്ന സന്ദർഭത്തിൽ അയാള് പൊട്ടിക്കരഞ്ഞു. പിടിച്ചേക്കാൻ കഴിയില്ല. എന്നിട്ട് അയാളോട് ചോദിച്ചു, അതെന്താ നിങ്ങൾ അങ്ങനെ ഉണ്ടായത്, എന്താണ്ടാ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറയാണ്, അതുവരെ ഒന്നും ഓർമ്മ വന്നില്ല, ആ സമയത്ത് എന്തോ എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഒന്ന് വേർപെട്ട് പോകുന്ന പോലെ തോന്നി. മനസ്സിലായില്ല? എന്തോ എൻ്റെ ശരീരത്തിൽ നിന്ന് ഒന്ന് വേർപെട്ട് പോയ പോലെ തോന്നി എന്നാണ്. ഇന്നും അയാളെ കണ്ടു ആ വ്യക്തിയെ. അയാളൊരു കാഷായ വസ്ത്രം ഉടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ അങ്ങേറ്റം ആദരിക്കുന്ന ഒരു സന്യാസിയെ പോലെ തന്നെ ഉള്ള ഒരു വേദമൊക്കെ പഠിച്ച ഒരാളാണ്. ഒരുപാട് യാത്ര ചെയ്തതാണ്, ഒറ്റയ്ക്ക് തപസ് ചെയ്ത ആളാണ്. വിവാഹം കഴിച്ചിട്ടില്ല. ഒരു 48 വയസ്സായ ആൾക്ക്. നല്ല ഒരു ജ്ഞാന വൈരാഗ്യം സിദ്ധനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഒരു കറകളഞ്ഞ ഒരു വ്യക്തിത്വം. പക്ഷെ അയാൾ പറഞ്ഞ വാക്കത് തുറന്ന സംഭാഷണം. അപ്പോ നമ്മുടെയൊക്കെ സന്ദർഭം വരുന്ന സമയത്തെ നമുക്ക് അറിയുള്ളൂ എന്ത്. അപ്പൊ എന്തായാലും അറിയും. നമ്മളാരാണ് എന്തായാലും. അത് അങ്ങനെ ആവുക അല്ലേ എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്നു. അതുകൊണ്ട് സിദ്ധന്റെ സിദ്ധി സാധകന്റെ സാധനയാണ്. ഇടയ്ക്കിടയ്ക്ക് പറയുന്നല്ലേ നമ്മളല്ലേ, സിദ്ധന്റെ സിദ്ധി സാധകന്റെ സാധനയാണ്. നമ്മൾ പരിശ്രമിക്കുന്നു എന്ത്, കൂടുതൽ സത്സംഗം കൊണ്ട് എവിടെ സത്സംഗം ലഭിക്കുമോ, സത്കാര്യങ്ങളെ ലഭിക്കുമോ, അവിടെ നമ്മൾ നമ്മളെ കൊണ്ടുപോയി അത് ചെവി തന്നിതു കേൾപ്പീനെല്ലാവരും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്ക് വേണ്ടി എന്നാകിൽ അല്ലേ. നിരന്തരമായ അഭ്യാസത്തിലൂടെ ഈ ഒരു തലത്തെ ഉറപ്പിക്കാൻ ശ്രമിക്കുക ചെയ്യുന്നത്. ഏത് ഏതോ ആയിക്കോട്ടെ. ഉപാസകാനാം കാര്യാർത്ഥേ ബ്രഹ്മണ രൂപകൽപ്പന. ഏത് രൂപമായാലും കുഴപ്പമില്ല, എല്ലാ രൂപങ്ങളും ഉപാസകന്മാരുടെ കാര്യത്തിനായിക്കൊണ്ടാണ്. പക്ഷേ അവിടെ കൃഷ്ണനെ ഉപാസിക്കുന്നവൻ ഞാൻ കൃഷ്ണൻ തന്നെയാണെന്ന് അറിയുന്നത് വരേ ഉള്ളൂ. കൃഷ്ണൻ അല്ലാത്തതിനെയൊക്കെ ഉപാസന കൊണ്ട് ഇല്ലായ്മ ചെയ്യുന്നത്. കൃഷ്ണനല്ലാത്ത എന്തൊക്കെയോ എന്നിലുണ്ട്. കൃഷ്ണനെ ഉപാസിച്ച് കൃഷ്ണനായിത്തീരുന്നു. അപ്പൊ ഞാനും കൃഷ്ണനും വേറെയല്ല. അല്ലെങ്കിൽ ശിവനെ ഉപാസിക്കുന്ന ഒരാള് അല്ലേ, ഇവിടെ കേട്ടില്ലേ, ശിവനാരാ? ശിവന്റെ രൂപം അഷ്ടമൂർത്തി അല്ലേ. അഷ്ടമൂർത്തി എന്ന് പറയുമ്പോ ഏതൊക്കെയാ? പഞ്ചഭൂതങ്ങളും സൂര്യനും ചന്ദ്രനും ജീവാത്മാവും ചേർന്നതേതോ അതാണ് ശിവന്റെ ഭാവം. വിനേദം 8 മൂർത്തി, മൂർത്തമായത് മൂർത്തി. അപ്പൊ ശിവന്റെ മൂർത്തി 8 മൂർത്തി ഭാവേദ. ഭൂമി ജലം അഗ്നി വായു ആകാശം, ജീവാത്മാവ് സൂര്യചന്ദ്രന്മാർ. അയാളെ അപ്പൊ പിന്നെന്താ ഇനി ബാക്കിയുള്ളത്? പക്ഷെ അത് പറഞ്ഞിരുന്നോണ്ട് നമുക്ക് ഉപാസിക്കാൻ പറ്റുമോ? ഉപാസിക്കാൻ നമുക്ക് രൂപത്തിന്റെ സഹായം സ്വീകരിക്കാം. ഈശ്വരന്റെ രൂപങ്ങളെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ രൂപത്തെ മനസ്സിലാക്കാനാണ് അതെല്ലാം പറഞ്ഞത്. അത് വിട്ടുപോകരുത്. ഏത്? സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ്. അത് മറക്കരുത്. അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ടതല്ല, ലക്ഷ്യാർത്ഥത്തിൽ എടുക്കേണ്ടതാണെന്ന്. എല്ലാം അവിടുത്തെ രൂപങ്ങൾ. അപ്പോ ഒരു തരത്തിൽ രൂപങ്ങളില്ലാത്ത സർവവ്യാപിയായ ഈശ്വര തത്വം, അതിനെ എനിക്ക് ഉപാസിക്കാൻ നിവൃത്തിയില്ല, എന്നാൽ ഉപാസിക്കാൻ എനിക്ക് രൂപം കാണിച്ചു തരൂ എന്ന് പറയുമ്പോൾ ആ ഭക്തനോടുള്ള അനുഗ്രഹ ബുദ്ധി കൊണ്ട് എന്തായി? അപ്പ പറയുകയാണ്, പുരുഷസൂക്തം പറയുന്നത് എന്താ? ഈ കാണായതെല്ലാം എൻ്റെ രൂപങ്ങൾ തന്നെയാണ്, നീ അതിനെ ഉപാസിച്ചാലും.
അപ്പോഴും പറഞ്ഞില്ല ഏത്? അപ്പൊ ഇതിനെ ഉപാസിക്കാൻ വേണ്ടി 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് സ്ലേറ്റും മണിച്ചട്ടയും എന്ന പോലെ ഏത് മറ്റു ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കാം. പക്ഷെ നമ്മളെ ഉപകരണത്തിൽ മാത്രം പിടിച്ചു തൂങ്ങിയിട്ട് ഇതിലേക്ക് ഒട്ട് എത്തുന്നില്ല. വിഗ്രഹത്തിൽ ആരാധിക്കണ്ട. വേദത്തിൽ വിഗ്രഹാരാധന ഇല്ല. വിഗ്രഹാരാധന ഇല്ല. വിഗ്രഹത്തെ ആരാധിക്കരുത്. അതിന് പ്രതീതി ഉണ്ടാവണം. വിഷ്ണു പ്രതിമയിൽ വിഷ്ണുത്വ ബുദ്ധി ഉണ്ടെങ്കിലേ ആരാധിക്കാവൂ. വിഗ്രഹത്തെ ആരാധിക്കുന്നില്ല, വിഗ്രഹത്തിലൂടെ ആരാധിക്കുന്നു. വിശേഷേണ ഗ്രാഹേതി ഇത് വിഗ്രഹം. വിശേഷേണ എൻ്റെ മനസ്സിന് മനസ്സിലാക്കിക്കാൻ കഴിയുന്ന ഒന്നാണെങ്കിലേ അതേ ഉള്ളൂ. കാരണം നിർഗുണനും നിരാകാരവുമായിരിക്കുന്ന തത്വത്തെ തന്ത്രി വിസ്താരം ചെയ്ത തന്ത്രി ഉപാസകന്മാർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ഇന്നു മുതൽ ഇത് വിഷ്ണു പ്രതിമയാണെന്ന് കൽപ്പിക്കുമ്പോൾ അതിൽ ഒരു ഭാവം ജനിപ്പിക്കുന്നുണ്ട്. ജനിപ്പിക്കുക എന്നുള്ളത് മുഖ്യമാണ്. അതുകൊണ്ട് അല്ലയോ കല്ലേ, ഞാൻ നിനക്ക് ഇതും അതും ഒക്കെ തരാം, അതിന് പകരം നീ അതും ഇതും താ എന്ന് പറയുന്നില്ല. കല്ലിനെ ഉപാസിക്കുന്നില്ല, മരത്തെ ഉപാസിക്കുന്നില്ല, ഫോട്ടോയെ ഉപാസിക്കുന്നില്ല, ഒന്നിനെ ഉപാസിക്കുന്നില്ല. പിന്നെന്താണ്? അതിലൂടെ ശ്രീരാമകൃഷ്ണദേവനാണ് തോന്നുന്നു സുലളിതമായി പറയും. ഒരു വീട്ടിൽ ചെന്നപ്പോ വീടിന്റെ കോലായിൽ ഒരു ഫോട്ടോ തൂക്കിയിട്ടുണ്ട്. ആ ഫോട്ടോ നോക്കിയിട്ട് അവിടെയുള്ള ആളോട് ചോദിച്ചു, അതാരാ? അതെന്റെ അമ്മയാണ്. എന്നോ മരിച്ചുപോയ അമ്മയാണ്. എൻ്റെ അമ്മയുടെ ഫോട്ടോ ആണെന്നല്ല പറഞ്ഞത്, എൻ്റെ അമ്മയാണ്. അമ്മ ആണിയിൽ തൂങ്ങിക്കിടക്കുമെന്ന് ചോദിച്ചിട്ടില്ല. തൻ്റെ അമ്മ, ആ അമ്മയാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അവിടെ വേറെ വല്ല ചിത്രം കൊടുത്തിട്ട് അമ്മയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ധ്യാനമന്ത്രങ്ങൾക്ക് അനുസൃതമായിട്ട് അവരുടെ ഉള്ളിൽ ഉപാസനയ്ക്ക് വേണ്ടി ഇത് ഉതകുമെന്ന് മനസ്സിലായപ്പോൾ അവർ നമുക്ക് വേണ്ടി തന്നതാണ്. അല്ലാതെ രൂപം കൊടുത്തിട്ട് അതിന് ധ്യാനമന്ത്രങ്ങൾ ചിട്ടപ്പെടുത്തിയതല്ല, ധ്യാനമന്ത്രങ്ങൾക്ക് അനുസൃതമായിട്ട് രൂപം കൽപ്പിച്ചതാണ്. മനസ്സിലായില്ല? നമ്മുടെ തലത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് തരിക. എണ്ണൽ സംഖ്യക്ക് രൂപമില്ലെങ്കിലും രൂപമില്ലാത്ത എണ്ണൽ സംഖ്യയെ കുട്ടിക്ക് മനസ്സിലാവുന്ന തരത്തിൽ അതിനനുയോജ്യമായ മണിച്ചട്ടയോ സ്ലേറ്റോ വിരലോ ഉപയോഗിക്കുന്നത് പോലെ. അവിടുന്ന് ഇങ്ങോട്ട് തന്നെ വരണം, ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം ഈ സർവവ്യാപകതയെ അറിഞ്ഞ ആളാണ് എന്ത് ചെയ്യുന്നത്? ഉപാസനയ്ക്കായിക്കൊണ്ട് തരുന്നത്. അത് വേറെ, അതൊക്കെ ആചരണത്തിന്റെ ഭാഗം. എന്ത്? ഓ, അതാ പറഞ്ഞത്, അതൊക്കെ ആചരണത്തിന്റെ ഭാഗമാണ്. ഭസ്മം ധരിക്കുന്നത്, ത്രികുണ്ഡ്രം ധരിച്ചു കഴിഞ്ഞാൽ, 3 വര വരച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ കുറെ നിർവചനം കൊടുക്കാം. സ്ഥൂലം, സൂക്ഷ്മം, കാരണമായ 3 ശരീരങ്ങളും അല്ലേ ഭസ്മായി എന്നൊക്കെ ഉള്ളതിന്റെ പ്രതീകമായിട്ടൊക്കെ. അതൊക്കെ ആചരണങ്ങളുടെ പദ്ധതിയാണ്. ആചരണങ്ങൾ പലതിനും ഉണ്ട്. സന്യാസിക്കുള്ളതുണ്ട്, അതുപോലെ ഗൃഹസ്ഥാശ്രമിക്കുള്ളതുണ്ട്, വാനപ്രസ്ഥാശ്രമിക്കുണ്ട്. ശിഖി എന്ന് പറഞ്ഞാൽ ശിഖ ധരിച്ച ആളുകളുണ്ട്, മുണ്ടി എന്ന് പറഞ്ഞാൽ മുണ്ടനം ചെയ്ത ആളുകളുണ്ട്, ജഡി എന്ന് പറഞ്ഞാൽ ജഡ വെച്ച ആളുകളുണ്ട്. ഇങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട്. അതൊക്കെ ആചരണങ്ങൾ. ഈ ആചരണങ്ങൾ വേണ്ടെന്നല്ല, പക്ഷെ ആചരണങ്ങൾ വിവേചനങ്ങൾ സുലളിതമായിട്ട് പറയും. മുട്ടുകുത്തലും വിറുവിറുക്കലുമല്ല മതം, അതെല്ലാം നന്ന് അതിനുപരി നമ്മെ എത്തിക്കുമെങ്കിൽ. മനസ്സിലായില്ല? ആചരണങ്ങൾ വേണം. കാരണം ഈ ആചരണങ്ങളെ പിൻപറ്റി ഒരു സമൂഹം വളരുന്നുണ്ട്. മനസ്സിലായില്ല? അതിനു വേണ്ടിയാണത്, അതിൽ കവിഞ്ഞൊന്നുമില്ല. കാരണം ഈ ആചരണങ്ങളെ പിൻപറ്റി അതിനെ കണ്ടുകൊണ്ടൊരു സമൂഹം വളർന്നു വരണം. പിന്നിൽ നമസ്കരിക്കുന്നു മുഴുവൻ അതാണ്. തീർത്തതൊക്കെ ആന്തരികമാണ്. ആന്തരികമായ ഭാവം ശുദ്ധമല്ലെങ്കിൽ പിന്നെ ഈ കാണുന്ന ബാഹ്യമായതുകൊണ്ട് മാത്രം പ്രയോജനമൊന്നുമില്ല. സ്വാമിജി ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അത്. കാരണം ഒരാൾ വരുന്നു, എൻ്റെ ഗുരുനാഥൻ വരുന്ന സമയത്ത് ഞാൻ എണീറ്റ് നിൽക്കുന്നതുകൊണ്ട് ആദരവ് കാണിക്കുന്നു എന്ന അർത്ഥമൊന്നുമില്ല. എന്നാൽ ആദരവിൻ്റെ ഒരു 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 പുറമെ ഉള്ള ഒരു ഭാവമായിട്ട് നമുക്കതിനെ പറയാം. ഉള്ളിലിരിപ്പ് എന്താണെന്ന് ആർക്കറിയാം? വന്നല്ലോ,
എന്ന് അങ്ങനെയും തോന്നിക്കൂടെ? തോന്നാം. അപ്പൊ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ എന്നാലും ഈ ആചരണത്തെ മറ്റുള്ളവർ കാണുന്നുണ്ട്. കാണുമ്പോൾ എന്താണ്? ഞാൻ ആദരിക്കേണ്ടതാണെന്ന ഒരു സന്ദേശത്തെ നമ്മൾ സമൂഹത്തിന് നൽകുന്നുണ്ട്. അത് മുഖ്യമാണ്. ആ സന്ദേശത്തിന് നൽകാൻ വേണ്ടിയാണ് ആചരണങ്ങൾ അധികവും. അധികമല്ല, മുഴുവൻ ആചാരത്തിലാണല്ലോ നിലകൊള്ളുന്നത്. ഏതായാലും ഇതിനൊക്കെ കാരണം ഏതാണ്? സജ്ജനങ്ങളുമായുള്ള സംസർഗമാണ്. സജ്ജനങ്ങളിലൂടെ മാത്രം. ദുസ്സംഗ സർവദൈവ ത്യാജ്യ. ദുസ്സംഗം, ദുഷ്ടസംസർഗം സർവഥാ സർവവിധത്തിലും ത്യാജ്യ, ത്യജിക്കപ്പെടേണ്ടതാണ്. ഇവിടെ ചോദ്യം വരും, ഉറപ്പാണ്. ആരാ ദുഷ്ടന്മാര്? നീയൊക്കെ ദുഷ്ടനാണെന്ന് ആരുടെ ഉള്ളിൽ തോന്നുന്നുവോ ആ തോന്നിയ ആളാണ് ദുഷ്ടൻ. അതെ, ചില സ്ഥലങ്ങളിലൊക്കെ ഈ ക്ഷേത്രത്തിലേക്കൊക്കെ ആളെ വിളിച്ചിട്ട് വരാതിരിക്കുമ്പോഴുണ്ട് ഉള്ളിൽ നിന്നൊരു വാക്യം വരുന്നത് ചിലരുടെ. ഞാൻ എത്ര വിളിച്ചു, അവരെയൊക്കെ ദുരിതം കൊണ്ടേ, ദുഷ്ടത കൊണ്ടേ അവർക്കൊന്നും വരാൻ കൂടത്തെ. പറഞ്ഞ ആളാണ് ഏറ്റവും വലുത്. കാരണം നമ്മുടെ ഉള്ളിൽ ദുഷ്ടം നിറഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് തോന്നുന്നത്. അത് അവരുടെ പ്രാരബ്ധം, ഇത് നമ്മുടെ പ്രാരബ്ധം. അല്ല, ഇത് കേട്ടിരിക്കുക എന്നുള്ളത്, ഇത് പറയുക എന്നുള്ളത് നമ്മുടെ പ്രാരബ്ധം, വരാതിരിക്കുക എന്നുള്ളത് അവരുടെ പ്രാരബ്ധം. എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യേണ്ടത് ചെയ്യാനല്ലേ പറ്റൂ. നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പൊ ദുഷ്ടസംസർഗം വിടണം എന്ന് പറയുന്നതോ ഇതൊരു സാധകന്റെ തലത്തിൽ, ഒരു പ്രാഥമിക തലത്തിൽ ഉപദേശിച്ചതാണ്. കാരണം അത് ഭക്തി സാധനാനി എന്നാണല്ലോ പറഞ്ഞത്. സാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രകരണമാണിത്. അപ്പൊ അവിടെ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം എന്നതുപോലെ നമ്മൾ ആരുമായിട്ടാണോ കൂട്ടുകൂടുന്നത് അതിനനുസരിച്ചുള്ള ഒരു സംസ്കാരം അറിഞ്ഞോ അറിയാതെയോ നമ്മളിലേക്ക് ഏൽക്കുന്നുണ്ട്. ഇപ്പോ മിഞ്ഞാന്ന് ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കോയമ്പത്തൂർക്ക് ഒരു കുട്ടീനെയും കൊണ്ട് പോയപ്പോ ഈ കുട്ടീന്റെ വായന്ന് 2 പ്രാവശ്യം വന്നത് അള്ളാ എന്നുള്ള ശബ്ദമാണ്. അള്ള എന്നുള്ള ഇളകാരം ജകാരമാവും എന്നുള്ള സംസ്കൃത വ്യാകരണ നിയമപ്രകാരം ശിവൻ എന്നുള്ള അറിഞ്ഞിട്ടല്ല കുട്ടി വിളിച്ചത്. ആണെങ്കിൽ സന്തോഷമേ ഉള്ളൂ. മനസ്സിലായില്ല? ഹരൻ ശിവനാണല്ലോ, ആ അർത്ഥം അറിഞ്ഞിട്ടാണോ വിളിച്ചത്? അങ്ങനെയല്ല. പിന്നെന്താണ്? കുട്ടി നിരന്തരം കേട്ട് അതാണ് കേൾക്കുന്നത്. മനസ്സിലായില്ല? മെഡിക്കൽ എൻട്രൻസിൽ ഈ കുട്ടിക്ക് 500-ൽ താഴെ ലഭിച്ചപ്പോഴും ആ കുട്ടിയുടെ സംസ്കാരം എന്തായിത്തീരുന്നു? ഇങ്ങനെ ആയിത്തീരുന്നു. അപ്പൊ നിത്യനിരന്തരമായി കേൾക്കുന്നത് എന്തോ അത് നമ്മളായിത്തീരുന്നുണ്ട്. പിന്നെ നമ്മുടെ നാവത് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവ്യക്തവാദി മ്ലേച്ഛ എന്ന് പറയുന്നുണ്ട് സംസ്കൃതത്തിൽ. അവ്യക്തമായി സംസാരിക്കുന്നവർ, വ്യക്തമായി സംസാരിക്കാത്തവർ. എന്താ പറയുന്നത് തന്നെ മനസ്സിലാവില്ല. ഇല്ല, അതങ്ങനെ ശീലിക്കാൻ പറ്റും. മ്ലേച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തെ ഒന്നും പറഞ്ഞൊന്നുമല്ല, ശീലിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ. അങ്ങനെയുള്ള കൂട്ടുകെട്ട് കൊണ്ട് അങ്ങനെയൊക്കെ ആയിത്തീരാം. വ്യക്തമായി സംസാരിക്കുന്നത് ഹനുമാൻ സംസാരിക്കുന്നത് കേട്ടത് കൊണ്ടാണ് രാമൻ പറഞ്ഞത് അയാൾ നല്ലൊരു വൈയാകരണനാണ്. എന്തുകൊണ്ട്? വ്യാകരണം പഠിച്ച ഒരാൾക്ക് വ്യക്തമല്ലാതെ സംസാരിക്കാൻ കഴിയില്ല. അപ്പൊ ദുസ്സംഗ സർവഥാ സർവവിധത്തിലും ത്യാജ്യ എന്ന് പറയുമ്പോൾ അത് മറ്റൊരാളെ ദുഷിക്കണം എന്ന് വിചാരിച്ചല്ല. പിന്നെ മറ്റൊന്ന്, എവിടെ എപ്പോ എവിടെ സാഹചര്യം നമുക്ക് കിട്ടുമോ അവിടെ വിവേകത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിന് യോജിക്കാൻ പറ്റാത്തവരൊക്കെ എന്ത് ചെയ്യുന്നു? വിട്ടുപോവുകയോ ഇയാളോടൊന്നും പറഞ്ഞത് കാര്യമില്ല എന്ന് പറഞ്ഞ് നമ്മളെ ഉപേക്ഷിക്കലോ ഉണ്ടാവും ഒന്നുമില്ല. അല്ലെങ്കിൽ എന്തുണ്ടാവും? അഥവാ ചിലപ്പോ നമ്മുടെ കൂടെ കൂടും. കൊള്ളാലോ. മനസ്സിലായില്ല? നമ്മുടെ വാക്ക് എപ്പോഴാണോ വേണ്ടാധീനങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത്
അതിൽ രസം കണ്ടെത്തുന്നത് അത് നമ്മൾ ഓർപ്പിക്കും. പരാ പശ്യന്തി മധ്യമ വൈഖരി എന്ന രൂപത്തിൽ പശ്യന്തി, അത് കണ്ടിട്ട് വേണം സംസാരിക്കാൻ. നമ്മുടെ പൂർവ്വ സംസ്കാരങ്ങൾ നമ്മളെ കൊണ്ട് സംസ്കാരം ഇല്ലാത്ത വാക്യങ്ങളെ പറയിപ്പിക്കും. അത് പറയുന്നതിന് മുമ്പ്, വൈഖരിയായത് പുറത്തു പോകുന്നതിന് മുമ്പ് ശരിക്കും കണ്ട് പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരായി തീരാം? നന്നാവാം. ഇത് പലർക്കും പേടിയാട്ടോ അതൊക്കെ. ഞാനത് നന്നായി പോവെന്നുള്ള പേടി. അതെ, എത്രയോ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നേരിട്ടത്. സാധകനെ സംബന്ധിച്ച് ഇത് പറയണ്ടേ? അല്ല, അത് ആവേശിക്കായിട്ടല്ലേന്നാ ചോദിച്ചത്. നല്ലതും ചീത്തയൊക്കെ ലോകത്ത് നല്ലതും ചീത്തയൊക്കെ ഉണ്ട്. അതിനുപരി എത്തിയ ഒരാളെ സംബന്ധിച്ച് നല്ലതും ചീത്തയൊന്നുമില്ല. പക്ഷെ ഇത് നമ്മൾ സാധാരണ തലത്തിൽ പറഞ്ഞാൽ എന്തായിത്തീരും? സർവധർമാൻ പരിത്യജ്യ എന്നുള്ള ഉപദേശത്തെ ആദ്യം കൊടുത്താൽ എന്താവും? പിന്നെ ബാക്കി എന്താ ഉണ്ടാവൂ? സർവ അധർമാൻ പരിത്യജ്യ എന്നല്ല പറഞ്ഞത്, സർവധർമാൻ പരിത്യജ്യ എന്നാണ് പറഞ്ഞത്. സർവധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് മാമേകം ശരണം വ്രജ എന്ന് എന്നെ മാത്രം ശരണം പ്രാപിക്കൂ എന്ന് പറഞ്ഞാൽ എന്തായിത്തീരും? ബാക്കി നമുക്ക് അധർമ്മം മാത്രമേ ഉണ്ടാവൂ. മനസ്സിലായില്ല? മുള്ളെടുക്കാൻ വേണ്ടി മറ്റൊരു മുള്ള ഉപയോഗിച്ചു. ആ മുള്ള് കുത്തിക്കയറരുത്. ആദ്യം എടുത്ത മുള്ള് പോക്കി കളഞ്ഞാൽ മറ്റേ മുള്ളും ഉപേക്ഷിക്കണം. വസ്ത്രത്തിലെ അഴുക്ക് കളയാൻ വേണ്ടി മറ്റൊരഴുക്ക് ഉപയോഗിച്ചു. എന്നിട്ടോ അതേപടി വെച്ച് കഴിഞ്ഞാൽ പൂർവാധികം ചളിയായി കാണാൻ പറ്റും. അതും കഴുകി കളയണം. ഒരു ശോഭനാധ്യാസം എന്ന് വേണമെങ്കിൽ ഇതിനൊക്കെ പറയാം. വിഗ്രഹാരാധന, വിഗ്രഹത്തിലൂടെയുള്ള ആരാധനയും ഒക്കെ അതാണ് ശോഭനാധ്യാസമാണ്. അത് കുടുങ്ങിപ്പോയി, അതിൽ കുടുങ്ങിപ്പോയത്. ഇതന്നെയുള്ളൂ പരമം എന്ന് വിചാരിച്ച് ഇരിക്കരുത്. ഇതിന്റെ ഉദ്ദേശം മനസ്സിലാക്കി അതിനുപരി എത്തണം. ഉപരി എത്താൻ പോയിട്ട് അവിടെ എത്തുന്നുണ്ടോ എന്നതാണ്. കാരണം നമുക്കതിൻ്റെ ആവശ്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ എത്തും, സംശയമൊന്നുമില്ല. അത് ആരുടെയും കുത്തകയൊന്നുമല്ല. ഇന്ന ആൾക്കേ കഴിയൂ, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും അതിനുള്ള യോഗ്യതയും അർഹതയും ഒക്കെ ഉണ്ട്. അലസന്മാരും അടിയന്മാരും അല്ലെങ്കിൽ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു തലം തന്നെ അതൊക്കെ. ആർക്ക് വേണം? നമുക്ക് വേണമെന്ന് നമുക്കുണ്ടാവണം. എങ്കിൽ നമുക്ക് ഉയരാൻ പറ്റും. ഞാൻ ഉയരില്ല, ഞാൻ നേരെയാവില്ല എന്നാണോ നിരന്തരമായ ചിന്ത? എന്നാൽ ഒരിക്കലും നേരെയാവാൻ പോകുന്നില്ല. ഞാൻ നേരെയാവും. എന്നെ കൊണ്ടല്ലാതെ ആർക്ക് പറ്റും? ആരോടും പറയണ്ട, ഉള്ളിൽ. ഇതെന്ന് ചിന്തിക്കുന്നതിനല്ല, ഈ ചിന്ത മാത്രം മതി. അല്ലേ? പറഞ്ഞിരുന്നാൽ ഞാൻ ഒന്നിനും കൊള്ളാതായി ചെയ്യും. എല്ലാ കാര്യം അങ്ങനെയല്ലേ? എനിക്കൊന്ന് വയ്യാൻ തോന്നി വിചാരിക്കുക, എന്താവും? പിന്നെ എണീക്കാനേ വയ്ക്കില്ല. അതെ, ഈ ഇന്നലെയും മിഞ്ഞാന്നും അതിൻ്റെ തലേന്നും യാത്രയോട് യാത്രയായപ്പോ തീരെ ഉറങ്ങാൻ പറ്റിയില്ല. 3 ദിവസം ഉറങ്ങിയില്ലെങ്കിൽ ഭ്രാന്താവും. അപ്പോഴാണ് ഇന്ന് രാവിലെ വന്ന് നിർബന്ധമായിട്ട് ഉറങ്ങാനൊന്നും പറ്റില്ല, കിടക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ സ്വാമിജി എൻ്റെ അടുത്ത് പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്തു വന്നു. അപ്പോൾ ബൈപ്പാസിൽ എവിടെയാണെന്നറിയില്ല, എന്താണെന്നറിയില്ല, നമ്മൾ വഴി മാറിപ്പോയിട്ടുണ്ട്. അതെ, അപ്പോൾ അവിടെ ചെന്ന് ബൈക്കിൻ്റെ ഹാൻഡിലിന്മേൽ തല വെച്ചൊന്ന് കുറച്ച് നേരം കിടന്നു. പിന്നെ സമയം നോക്കണ സമയത്ത് കുറച്ച് അധികമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ എങ്ങോട്ട് പോകുന്നു? ഇല്ല, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഉറങ്ങിയിട്ടേ ഉള്ളൂ വിചാരിച്ചാലോ? അപ്പൊ ചോദ്യം, അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എന്താവും സ്ഥിതി? അപ്പൊ രണ്ടിന്റെയും മധ്യേ ഒന്നുണ്ട്. ഏത്? മനസ്സിലായില്ല? ചിലപ്പോൾ കൂടാതെ കഴിയാത്തതായിരിക്കും. കൂടാതെ കഴിയാത്താണെങ്കിലും ചിലതൊക്കെ കൂടിയേ കഴിയുമെന്ന് വരും. അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇന്ന് അവിടെ പോയിട്ട് കുറച്ചു നേരം കിടക്കാന്നൊക്കെ വിചാരിച്ചതാണ്. അപ്പൊ കിടക്കാൻ വിചാരിച്ചപ്പോഴാണ് സ്വാമിജി ഇന്ന് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. സ്വാമിജി ഇന്ന് യാത്രയെ തയ്യാറെടുപ്പാ. അപ്പൊ ഉടനെ ആദ്യം ചോദിച്ചതാണ്, പോയിക്കൊള്ളിയെന്നാ ചോദിച്ചത്. മനസ്സിലായില്ലേ?
ഓഹോ ആ സാഹചര്യം പറഞ്ഞു, അവിടെ നിന്ന് പോരും ചെയ്തു. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് തൽക്കാലം ഇപ്പം കാലായിട്ടുണ്ട്. മനസ്സിലായി? ആരെങ്കിലും യാത്ര അയക്കാൻ സ്വാമിജി കേൾക്കണ്ട യാത്ര അയക്കാൻ. അപ്പോൾ എന്നാലും നമ്മുടെ തലത്തിൽ നിന്നിട്ടില്ലേ കരിപ്പൂരിന്ന് 6:30 ഉള്ളിൽ കയറുന്നാ പറഞ്ഞത്. പോയാലും എത്തില്ല, വേണ്ട വെറുതെ പറഞ്ഞതാ. എന്നാലും പോയി നോക്കുന്നുണ്ട്. 9:30 ഇപ്പോൾ 3 മണിക്കൂർ മുമ്പ് അവിടെ എത്തുന്നാ പറഞ്ഞു. സ്വാമിജി അമേരിക്കയിൽ പോവാം. ഏതാണ് കൃത്യമായ സ്ഥലമൊന്നും അറിയില്ല. ന്യൂയോർക്ക് എന്ന് പറയുന്നില്ലേ? അതെ. അപ്പോൾ തൽക്കാലം ഉപസംഹരിക്കുന്നു. ഓം ഗുരു ബ്രഹ്മാ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ